ദിലീപ് ജനപ്രിയ നായകനായ ഒരു വർഷം അല്ലെങ്കിൽ ജനപ്രിയ നായകനിലേക്കുള്ള യാത്ര തുടങ്ങിയ വർഷം 2000. നമ്മൾ പറഞ്ഞിരുന്നു ആ 2000 എന്നുള്ള ഒരു വർഷം. 2001 കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്നിപ്പോ ദിലീപ് ഒരു സൂപ്പർ താരം, അങ്ങനെ തന്നെ നമുക്ക് വിളിക്കാം. ആ ഒരു ലെവലിൽ എത്തിയ ഒരു വർഷം, എത്തിയ ഒരു സിനിമ മീശ മാധവൻ. ആ ഒരു സിനിമ ഇറങ്ങിയ ആ ഒരു വർഷം ദിലീപിന്റെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ സിനിമ മഴത്തുള്ളി കിലുക്കം. മഴത്തുള്ളി കിലുക്കം സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതൊരു അതിഗംഭീര സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സാധാരണ ഒരു സിനിമയാണ്, പക്ഷെ നല്ല കഥയാണ്. അതിൽ ദിലീപ്, ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സിനിമയിൽ വേറെ ഏതൊരു നടൻ, നമ്മൾ മുമ്പ് ഇഷ്ടം എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ദിലീപ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സിനിമയ്ക്കുള്ള ഒരു ഹ്യൂമർ ദിലീപ് ആഡ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് മഴത്തുള്ളി കിലുക്കം. ദിലീപ് വന്ന് ആ ഒരു സിനിമേനെ ദിലീപ് ലിഫ്റ്റ് ചെയ്തതും ദിലീപ് അതിൽ കുറെ സീൻസ് ആഡ് ചെയ്തതും നമുക്കറിയാം. കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, നവ്യ നായരുടെ ഒരു രണ്ടാമത്തെ സിനിമ എന്താണ്, കാരണം നവ്യ നായർ ഇഷ്ടം കഴിഞ്ഞിട്ട് ചെയ്തൊരു സിനിമയാണ്, കാരണം മൂന്നാമത്തെ ഒരു സിനിമയാണ് മഴത്തുള്ളി കിലുക്കം. നല്ല പാട്ടുകൾ, സുരേഷ് പിറ്റേഴ്സ് ആണ് അതിലെ പാട്ടുകൾ. അല്ലെ തേരിറങ്ങി വരും മുകിലേ എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ ഇന്നും എനിക്കൊന്ന് അന്ന് ജനിക്കാത്ത കുട്ടികൾ പോലും ഇന്നും കേൾക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ നമുക്കറിയാം. അതിന്റെ ഒരു ക്ലൈമാക്സ്, അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ ഒരു ട്രാജഡി എന്നുള്ള ലെവലിലേക്കാണ് അതിന്റെ ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ നല്ല ഒരു സിനിമയാണ് അത്. അത്യാവശ്യം തിയേറ്ററിൽ നന്നായി ഓടിയ ഒരു സിനിമയാണ് ആ വർഷം. അത് ഫെബ്രുവരിയോ മാർച്ചിലോ ആണ് ആ സിനിമ. വിഷുവിന് മുമ്പ് ആ ഒരു മാർച്ച് മാസത്തെ, ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്, +2 ആണ്. അപ്പൊ +2 ആനുവൽ എക്സാം കഴിഞ്ഞിട്ട് അന്ന് രാമദാസ് തിയേറ്ററിൽ പോയി കണ്ട ഒരു സിനിമയാണ് മഴത്തുള്ളി കിലുക്കം. അന്ന് അപ്പോഴേക്കും അത് ഇറങ്ങി കുറച്ച് ദിവസമായി, തിരക്കൊക്കെ കുറഞ്ഞു. നല്ലൊരു സിനിമ. നമുക്ക് ആ സിനിമയെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ദിലീപിന്റെ 2001 തുടങ്ങിയ ഒരു ഹിറ്റ് ഈ യാത്ര മഴത്തുള്ളി കിലുക്കത്തിലും. അക്ബർ ജോസ് എന്റെ ഡയറക്ടർ, അവര് രണ്ടുപേരും, അക്ബറും എബി ജോസ് രണ്ടുപേരും കമലിന്റെ അസിസ്റ്റൻസ് ആയിരുന്നു, ദിലീപിന്റെ സുഹൃത്തുക്കൾ. അതിൽ എബി ജോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് സീനിയർ ആണ്, കമലിന്റെ തന്നെ ആ ഒരു ഏജിലുള്ളതാണ് അദ്ദേഹം. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അക്ബറും കൂടി ചെയ്തതാണ്. പക്ഷെ പിന്നീട് അവർ തമ്മിൽ സ്പ്ലിറ്റ് ആയി. അവർ 1-2 സിനിമ സ്പ്ലിറ്റ് ആയി. പിന്നെ അക്ബർ മാത്രമാണ് സിനിമകൾ ചെയ്തത്. ഇദ്ദേഹം പിന്നീട് സിനിമകൾ ചെയ്തില്ല. അങ്ങനെ അവരുടെ തുടക്കം എന്ന രീതിയിൽ നല്ലൊരു സിനിമയും അവർക്ക് ഒരു തുടക്കം കിട്ടിയ സിനിമ തന്നെയായിരുന്നു മഴത്തുള്ളി കിലുക്കം. പിന്നെ ആ വിഷുവിന് ഇറങ്ങിയ സിനിമ കുബേരൻ. വീണ്ടും നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞു, അത് ദിലീപ് ആയതുകൊണ്ടാണ് ആ ഒരു സിനിമ. അതങ്ങനെ അതിഗംഭീര സിനിമയോ, ശരിക്കും അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വലിയ കാര്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഒന്നുമില്ല. പക്ഷെ ദിലീപും കലാഭവൻ മണിയും ജഗതി ശ്രീകുമാറും ഇവരുടെ ഒരു പൂണ്ടുവിളയാട്ടം. ഹരിശ്രീ അശോകനുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്. ഒരു ലോജിക്കില്ലാത്ത കഥയാണ്, ലോജിക്കില്ലാത്ത സീൻസ് ആണ്. അതിന്റെ സംവിധായകൻ സുന്ദരദാസ്. സല്ലാപവും കുടമാറ്റവും സമ്മാനമൊക്കെ പോലത്തെ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ചെയ്തൊരു സിനിമയാണ്. അതേ പറഞ്ഞ എനിക്ക് ഒട്ടും കൺവിൻസ്ഡ് അല്ലാത്ത പല സീനുകളും ദിലീപിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പോലും ചൂളിപ്പോയിട്ടുണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴും. തിയേറ്ററിൽ ആ സീൻ വരുമ്പോഴേ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് വന്നൊരു കയ്യടിയും, അല്ല ആ ഒരു സീനിന് വന്ന കയ്യടികളും ബഹളവും, ആളുകൾ ചിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ദിലീപിന് ഒരു സെൻസ് ഉണ്ട്, ദിലീപ് തന്നെയാണ് കറക്റ്റ് എന്നുള്ളത് മനസ്സിലായെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന് സലികുമാർ ആയിരുന്നു അന്ന് ആ വേഷം ചെയ്യേണ്ടത്. സലികുമാറിന്റെ തിരക്കായതുകൊണ്ട്, സലികുമാറിന് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ട്. ദിലീപിനെ എടുത്ത് പൊക്കണം എന്നൊക്കെ സലികുമാർ മാറിയപ്പോഴാണ് കലാഭവൻ മണി ആ ഒരു സിനിമയിലോട്ട് വന്നത്. ഇവിടെ ഇന്ന് മണിയല്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഈ സിനിമയുടെ തിരക്കും ജമിനി എന്ന സിനിമയുടെ തിരക്കും കാരണമാണ് കലാഭവൻ മണിക്ക് ഊമപ്പെണ്ണിൽ ഒരു വേഷം ചെയ്യാൻ പറ്റാതിരുന്നത്. ശരിക്കും ആ വിഷു സീസണിൽ ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന സിനിമയും ഉണ്ടായിരുന്നു. ശരിക്കും ഊമപ്പെണ്ണായിരുന്നു ദിലീപ് അന്ന് ചെയ്യണത്. ദിലീപ് കൊടുത്ത ഒരു ഡേറ്റ്, അതായത് രാക്ഷസ രാജാവ് കഴിഞ്ഞിട്ട് വിനയന്റെ സിനിമ വിഷു റിലീസായിട്ട് ഇറങ്ങേണ്ട സിനിമ ആയിരുന്നു ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ. അന്ന് ദിലീപ് മാറിയതുകൊണ്ട് ആ ഡേറ്റിന് ദിലീപ് ചെയ്ത പടമാണ് കുബേരൻ. എന്തായാലും കുബേരനും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിന്റെ മെയിൻ റീസണും ഞാൻ പറയും ദിലീപ് ആ ഒരു കോംബോ, കലാഭവൻ മണി ഇവരുടെ ഒരു കോംബോ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് 2002 ജൂലൈയിൽ മീശമാധവൻ എന്ന സിനിമ. നമ്മളൊന്നും ആ സിനിമയെ കുറിച്ച് ഞാൻ ഡീറ്റെയിലേക്ക് ഒന്നും പോകുന്നില്ല. ദിലീപിന്റെ ഏറ്റവും മോശം സമയം, അതായത് ദിലീപിന്റെ ഒരു കേസും ബാനും ഒക്കെ ഉള്ള സമയത്താണ് ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടൊക്കെ. ലാൽ ജോസിനാണ് ശരിക്കും, ലാൽ ജോസിന് വലിയൊരു തിരിച്ചുവരവ്, ദിലീപിന് ആ യാത്രയുടെ അടുത്തൊരു സ്റ്റെപ്പിലോട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റി. ഞാൻ അന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്, എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല, ദിലീപിന്റെ പ്രതിഫലത്തിന്റെ കാര്യം. കാരണം അതിന് മുമ്പ് നമ്മൾ എന്റെ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ദിലീപ് തെങ്കാശി പട്ടണമൊക്കെ കഴിഞ്ഞപ്പോൾ ദിലീപ് 10 ലക്ഷമാക്കി, ദോസ്ത് കഴിഞ്ഞപ്പോൾ 12 ലക്ഷമാക്കി. പിന്നെ അങ്ങനെ പ്രതിഫലമൊക്കെ കൂട്ടി മീശമാധവൻ കഴിഞ്ഞപ്പോൾ ദിലീപ് ഒരു 25 ലക്ഷത്തിന് മുകളിലൊക്കെ പ്രതിഫലം വാങ്ങുന്ന ഒരു ലെവൽ എത്തി എന്നൊക്കെ ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട്. നമുക്ക് എന്റെ ഒഫീഷ്യലി ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാലും മീശമാധവൻ ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ള എറണാകുളം ഷേണായിസ് തിയേറ്റർ എന്നാണ് കണ്ടിട്ടുള്ളത്. അത് ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അപ്പോഴും അത് ഹിറ്റാണ്. ഹിറ്റ് എന്ന് മാത്രമല്ല, 2002 അന്ന് ഓണത്തിന് താണ്ഡവവും
കയ്യെത്തും ദൂരത്തും, നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, ആ ഒരു സിനിമയൊക്കെ ഇറങ്ങി, ഇത്രയും സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങിയിട്ടും ഈ സിനിമകളെക്കാട്ടും കൂടുതലും ഓണത്തിന് ആ സമയത്ത് ഓടിയത് മീശമാധവനാണ്. കാരണം മറ്റേ സിനിമകളൊക്കെ മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു. ഓണവും കഴിഞ്ഞ് ഓടി എന്നുള്ളതാണ് മീശമാധവന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 200-250 ദിവസം ആ ഒരു സിനിമ ഓടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് മീശമാധവന്റെ ശേഷം വന്ന സിനിമ കുഞ്ഞിക്കൂനൻ, ശശിശങ്കർ. അതിനു മുമ്പും ദിലീപിനെ വെച്ച സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, മന്ത്രമോദരം പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് ശശിശങ്കർ. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം, ഇന്ന് നമ്മൾ ശശിശങ്കർ എന്ന് പറയുന്ന ഒരു സംവിധായകനെ ഓർക്കുന്നതിൽ ഏറ്റവും വലിയൊരു സിനിമ തന്നെയാണ് കുഞ്ഞിക്കൂനൻ. അത് ദിലീപ് അല്ലാതെ, അതും ദിലീപ് അല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നിന്ന് ആ സിനിമ കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല രസമായിരുന്നു. നല്ല രണ്ട് ലുക്കും, സായികുമാറിന്റെ ക്യാരക്ടർ, നല്ല പാട്ടുകള്, ഹ്യൂമർ സീൻസ്, കൊച്ചിൻ ഹനീഫയുടെ അസാധ്യമായിട്ടുള്ള ക്യാരക്ടർ, സലീംകുമാറിന്റെ ക്യാരക്ടർ. അതിൽ ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു സീനൊക്കെ സലീംകുമാർ പറയുന്നുണ്ട്, ഇതാണ് എന്റെ രാജിക്കത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്പാനറോ സ്ക്രൂ ഡ്രൈവർ എന്തോ കൊടുക്കുന്ന കിട്ടില്ല. അതൊക്കെ പിന്നീട് എനിക്ക് തോന്നുന്നു എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള സീനാണ്. ഇതുപോലെ ഒരുപാട് പേര് സ്ഥിരം പറയുന്നതാണ്. പിന്നെ ഞാൻ പല്ലേച്ചിട്ടില്ല, പുട്ടുംകടലേ മതി, സലീംകുമാർ കൈന്നിട്ട് തന്നെയാണ്. ഇവരെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് എഴുതിയതൊക്കെ തന്നെയായിരിക്കും ആ സീൻസ് ഒക്കെ. എന്തായാലും അതും ഭയങ്കരമായിട്ട് സൂപ്പർ ഹിറ്റായി, ദിലീപിന് ഭയങ്കരമായിട്ടുള്ള ഗുണം കിട്ടിയ ഒരു സിനിമ. ഇന്നും ദിലീപിന്റെ ടോപ്പ് 5 ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ക്യാരക്ടർ തന്നെയായിരിക്കും കുഞ്ഞിക്കുനൻ. പിന്നെ ക്രിസ്മസിന് ഇറങ്ങി കല്യാണരാമൻ, വീണ്ടും മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ. ആ ക്രിസ്മസിന് എല്ലാ സിനിമയും ഹിറ്റായിരുന്നു. നന്ദനവും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കും, അതൊക്കെ നമ്മൾ കുറെ സിനിമകൾ ഇറങ്ങിയിരുന്നു. അല്ല, ഈ മേജർ 4 സിനിമകൾ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമ തന്നെയാണ് കല്യാണരാമൻ. കല്യാണരാമൻ സിനിമയെ കുറിച്ചും ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇത്രയും സിനിമകളിൽ എല്ലാ സിനിമയും നല്ല രസമുള്ള സിനിമയാണ്. അല്ലെ, മീശമാധവനും കല്യാണരാമനുമാണ് എനിക്ക് എന്റെ ഫേവറേറ്റ്. കുബേരനും എപ്പോഴും കാണുന്നതാണ്. കുഞ്ഞിക്കൂനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ അധികം കാണാത്ത, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല സിനിമയാണ്, അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. പക്ഷെ ഞാൻ ഇതിൽ റിപ്പീറ്റ് അധികം കാണാത്തൊരു സിനിമ കുഞ്ഞിക്കൂനാണ്. കാരണം അത് അവസാനേക്ക് എത്തുമ്പോൾ കുറച്ചൊരു സീരിയസ് മൂഡിലൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കാം. കൊലപാതകം നടക്കുന്നു, ദിലീപിനെ കുറെ തല്ലുന്നു, അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ കുബേരനൊക്കെ എപ്പോഴും ഒരു റിലാക്സേഷൻ ആണ്, വേറെ ടെൻഷനൊന്നുമില്ല. അതുപോലെ തന്നെയാണ് മീശമാധവനും. പിന്നെ കല്യാണരാമനിലും ഉണ്ട് കുറെ സെന്റിമെന്റ്സ് ഒക്കെ. പക്ഷെ എന്തോ എന്റെ ഫേവറേറ്റ് ഈ പറയുന്ന ഈ 3 സിനിമകളാണ്. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളും നിങ്ങളന്ന് തിയേറ്ററിൽ നിന്ന് കണ്ട എക്സ്പീരിയൻസും നമുക്ക് ഷെയർ ചെയ്യാം.